സ്വീകരിച്ചില്ല. ഇത് സ്വാഭാവികമാണ്. ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളോ സഭയിലുള്ളവരോ ചില സമയത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കത്തില്ല. മറ്റൊരു മാർഗത്തിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ബുദ്ധിപരമായിട്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻ്റ് ബിസിനസ്സാണത്. ആധ്യാത്മികത എന്ന് പറയുന്നത് അപ്പം നമ്മളെ ബുദ്ധിപരമായിട്ട് അവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? സൗമ്യതയായിരിക്കണം. അപ്പം നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. പൗലോസ് അപ്പോസ്തലൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. പിന്നെന്താണ്? അവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് 90% വിഷയവും കൃപയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഇപ്പോഴും അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പേരക്കിടാവിനെ കേന്ദ്ര വിദ്യാലയത്തിൽ ചേർക്കാൻ വേണ്ടിയാണ് ഉടമ്പടി സിൽവർ ഗ്രേ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും പുതുക്കി കൊടുക്കരുതെന്ന് പറയും. കാര്യം ചുമ്മാ വഴിയിട്ട് പിഴപ്പാണ് വിഷയം. അവർക്ക് ഇപ്പോഴും ബുദ്ധിയും ബോധവും വന്നിട്ടില്ല. ഉടമ്പടി എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവർക്ക്. പക്ഷേ ചിലരുണ്ട് സുവിശേഷ കൈമാറ്റം തന്നെ 90% സുവിശേഷ കൈമാറ്റത്. കാര്യം സുവിശേഷ ഇപ്പം നിങ്ങൾ സുവിശേഷവും നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? കൃപയാലാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഓപ്ഷൻ എന്താണ് കൃപ എവിടുന്ന് കിട്ടുമെന്നല്ലേ? അപ്പോൾ സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ കൃപയായിരിക്കണം 90% അവരുടെ ആസ്പയർ ചെയ്യേണ്ടത്. കൃപ എവിടുന്നാണ് കിട്ടണത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ? എന്താ കണ്ടത്? സുവിശേഷ കൈമാറ്റത്തിനാണ് കൃപയുള്ളത്. മറ്റെല്ലാം ബ്ലെസ്സിങ്സാണ് ഉള്ളത്. ഗ്രേസ് ഉള്ളത് വചന കൈമാറ്റത്തിനേ ഉള്ളു. കർത്താവിനെ ഒരു മനുഷ്യനെ കാണുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടി നാക്ക് തരിക്കണം. അപ്പോൾ ഓർക്കുക, നീ കൃപയിലാണെന്ന് ഓർക്കണം. അത് ദൗത്യമാണ്, മിഷൻ എന്ന് പറയും. ദൗത്യത്തിനാണ് കൃപയുള്ളത്. 14:26 എടുത്തേ. നടപടി പുസ്തകം 14:26. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:26. അപ്പോസ്തല പ്രവർത്തനം 14:26. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് മിഷൻ കണ്ട, തങ്ങൾ നിർവഹിച്ച മിഷന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ നോട്ട് ബ്ലെസ്സിങ്, അനുഗ്രഹമല്ല. എന്താണ്? ദൗത്യത്തിന് വേണ്ടത്, മിഷന് വേണ്ടത്, വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടത്, ഇവാഞ്ചലൈസേഷന് വേണ്ടത് എന്താണ്? കൃപ. തങ്ങൾക്ക് ആവശ്യമായ ദൗത്യത്തിന്, തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായ കൃപ. ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അപ്പൊ നിങ്ങൾ ദൈവകൃപയ്ക്ക് പരമേൽപ്പിക്കപ്പെടുന്ന എവിടെ വെച്ചാണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വെച്ചാണ്. പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ എന്താ സംഭവിക്കണത്? ദൈവകൃപയ്ക്ക് നിങ്ങൾ പരമേൽപ്പിക്കപ്പെടുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി, പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വെച്ച് നിങ്ങൾ എന്താ സംഭവിക്കണത്? പറഞ്ഞ്, ദൈവകൃപയ്ക്ക് ഞങ്ങൾ പരമേൽപ്പിക്കപ്പെടുന്നു. അപ്പൊ ദൈവകൃപയ്ക്ക് പരമേൽപ്പിക്കപ്പെടുന്നത് അതെങ്ങനെയാണ് പിന്നെ ആക്ടിവേറ്റ് ആകണത്? നിങ്ങൾ കൃപയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്. കൃപയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിശാചുകൾ ഒഴിഞ്ഞു പോണതും പനി മാറണതും ക്യാൻസർ മാറണതും ഒന്നുമല്ല, അതൊക്കെ അനുഗ്രഹമാണ്. കൃപയുടെ പ്രവർത്തനം എന്താണ്? അതാണ് നമ്മൾ ആദ്യം 19 എത്ര കണ്ടത്? 10:20 വായിച്ചേ. ലുക്ക 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. ക്യാൻസർ മാറുന്നതിൽ അല്ല സന്തോഷം ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ അതിലല്ല യഥാർത്ഥ സന്തോഷം പറയുന്നത് എങ്ങനെയാണ്? എന്താണ്? മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അതെന്താ? കൃപയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമേ സ്വർഗത്തിൽ പേരെഴുതത്തുള്ളൂ. ക്യാൻസർ മാറിയ ആശുപത്രിയിലെ പേര് വെട്ടുകയുള്ളൂ, അല്ലേ? രോഗം മാറിയ പേര് വെട്ടണം എന്നല്ലേ അവർ പറയണത്. നമുക്ക് പേര് വെട്ടണ ആൾക്കാരായിട്ടല്ല മാറണം, പേര് എഴുതി ചേർക്കുന്ന ആൾക്കാരായിട്ട് മാറണം. എങ്ങനെയാണ് അത് പേരെഴുതി ചേർക്കുന്നത്? എങ്ങനെയാണ്? പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നതിലല്ല, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ
കർത്താവിൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സുവിശേഷം കൈമാറുന്നതിലൂടെ. സുവിശേഷം കൈമാറുന്നതിലൂടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ചില ആൾക്കാർ പറയവേ, അത് ഈ ആൾക്കാരൊക്കെ ഒരു മൈക്കുണ്ടെങ്കിൽ, ഒരു മൈക്ക് കിട്ടിയാൽ പിന്നെ അവരുടെ അനുഭവങ്ങൾ പറയാം. ഇതൊക്കെ പൊതുവായിട്ട് ഇടണമെങ്കിൽ ആദ്യം ഇത് വൈദ്യശാസ്ത്രം അത് വെരിഫൈ ചെയ്യേണ്ട. സഭയിലുള്ള ചില പുരോഹിതന്മാർ പറയണതാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മൈക്ക് കിട്ടിയ ഒരു അനുഭവം പറഞ്ഞാൽ ഇതൊക്കെ പൊതുവായിട്ട് ഇങ്ങനെ ഇതിൽ യൂട്യൂബിലൊക്കെ ഇടണമെങ്കിൽ വെരിഫിക്കേഷൻ വേണ്ടതെന്നാണ്. അപ്പോൾ ആരാ വെരിഫൈ ചെയ്യേണ്ടത്? സൈക്കോളജി പഠിച്ചിട്ടുള്ള അക്കാഡമിഷ്യൻസാണ് വെരിഫൈ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവശാസ്ത്രം പറഞ്ഞിട്ടുള്ള ആരെങ്കിലുമാണ് വെരിഫൈ ചെയ്യേണ്ടത്? അവർക്ക് വെരിഫൈ ചെയ്യുന്നതിന് ഒരു പരിധികളുണ്ട്. ഇത് വെരിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? വൈദ്യശാസ്ത്രം സെക്കൻഡ് വിറ്റ്നസ് ആണ്. ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? ഇതിൻ്റെ ആ രോഗിയാണ്. ശരിക്കും രക്തസ്രാവക്കാർ രോഗം സുഖപ്പെട്ടത് ഏതെങ്കിലും വൈദ്യനെ പുരോഹിതനെ കാണിച്ചിട്ടാണ്? അല്ല. അത് സുഖപ്പെട്ടു വന്ന് ശരീരത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു രോഗസൗഖ്യത്തിൻ്റെ ഫസ്റ്റ് വിറ്റ്നസ്, ഇപ്പം നിനക്ക് വലിയ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയണേക്കിപ്പോൾ എക്സ്റേ എടുത്ത് കഫമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാലും നീ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചുമക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഫം ഇല്ലെങ്കിലും ചുമച്ചല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അലർജി ആവും. അലർജിയുടെ ടെസ്റ്റ് നടത്താൻ പോയി 124 അലർജി ഉണ്ട്. ഏത് ടെസ്റ്റ് നടത്തും? അപ്പോൾ പൂർണ്ണമായിട്ട് ചില കാര്യങ്ങളെ നിങ്ങൾക്കറിയാം. അതായത് ആ രോഗി തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ വൈദ്യശാസ്ത്രത്തെയോ സഭയുടെ പഠനങ്ങളോ എതിർക്കുകയൊന്നുമല്ല കേട്ടോ. കാര്യം അതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഇപ്പം തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് വെക്കരുത്. തളപ്പ് വ്യത്യാസം വെക്കണം കുറച്ച്. കാര്യം എല്ലാത്തിനും ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ആ അനുഭവത്തിനൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകും. കാര്യം അവനിപ്പോൾ എനിക്ക് ചുമയില്ല, എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റംസ് ഓക്കെ ആണെന്ന് എൻ്റെ സംസാരം കൊണ്ടാണ് ആദ്യം മനസ്സിലാകണത്. അല്ലാതെ ടെലസ്കോപ്പ് വെച്ചിട്ടല്ല മനസ്സിലാകണത്. സംസാരം കൊണ്ട് മനസ്സിലാകും. ഇപ്പോൾ ബ്രീത്ത് ഈസിയാണ്. ഇപ്പോൾ ബ്രീത്ത് ഈസി ആയിട്ടുണ്ട്. ബ്രീത്ത് ഈസി ആണെന്ന് ആരാ പറയേണ്ടത്? അത് ചെയ്ത ആളാണ് പറയേണ്ടത്. ബ്രീത്ത് ഈസിയാണ്, എനിക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആരാ പറയേണ്ടത്? അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ചില ആൾക്കാർക്ക് അവർക്ക് വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ കിട്ടും. വ്യക്തിപരമായ ബോധ്യങ്ങളുടെ ശേഷം ആ വ്യക്തി വൈദ്യശാസ്ത്രത്തെ കാണണം. എനിക്ക് രോഗം മാറിയായിട്ട് തോന്നണം. വാട്ട് യു സേ? അവിടെ സെക്കൻഡ് ഓപ്ഷൻ വൈദ്യശാസ്ത്രത്തിനുണ്ട് അവിടെ. അപ്പോൾ അതായത് എനിക്ക് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം. സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുസ്വസ്ഥം ഹല്ലേലൂയ. വൈക്കത്തുനിന്നൊരു സാക്ഷിയാണ്. അപ്പോൾ നമ്മൾ അപ്പീരുണ്ടായി. ആ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുണ്ട് ആ അപ്പച്ചന്. അപ്പച്ചൻ്റെ മകൾക്കൊരു 60, 62, 65 വയസ്സ് കാണും. 60 വയസ്സ് കൂടുതലുണ്ട് ഏതായാലും. അപ്പോൾ ഈ 60 വയസ്സുള്ള മകളും 92 വയസ്സുള്ള അപ്പനും കൂടിയാണ് ഈ ആൾക്കാർ കയറി നിൽക്കുന്നത്. അവർക്ക് എന്താ പറയാനുള്ളത്? അവർ 92 വയസ്സുള്ള അപ്പൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. കിടപ്പൊന്നുമല്ല. അങ്ങേര് നല്ല തൻ്റെ ഇടത്തോടെ വന്ന് നിൽക്കണം ഇവിടെ. 62 വയസ്സുള്ള മകൾ കൂടെ നിൽപ്പുണ്ട്. സുലേഖ എന്നാണ് പേര്. സുലേഖ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ പ്രശ്നം? അപ്പൻ്റെ പ്രശ്നം എന്താ? അപ്പന് പിത്താശയത്തിൽ കല്ല്. ഭയങ്കരമായ വേദനയാണ് പിത്താശയത്തിൻ്റെ സ്ഥലത്ത്. ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു ഇതിൽ കൂടിയ അവസ്ഥയാണ്, ഇത് ICUലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ്. അപ്പോൾ 62 വയസ്സുള്ള മകൾ പറഞ്ഞ് അപ്പൻ നിലവിളിയാണ്, സഹിക്കാൻ പറ്റാതെ. സാർ എന്തെങ്കിലും ചെയ്യ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുള്ള ആൾ നിലവിളിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പരമാവധി ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചു നിൽക്കും. സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ കരഞ്ഞു പോണത്. എന്നിട്ട് ഈ ICUലേക്ക് മാറ്റും. ICUലോട്ട് മാറ്റി കഴിയുമ്പോൾ പിന്നീട് ഡോക്ടർ പറയും ഇതിന് ഈ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്ത് ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകും.
ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴുണ്ട് ഈ പിത്താശയത്തിൽ 92 വയസ്സുള്ള ആളിന് ഓപ്പറേഷൻ നടക്കത്തില്ല. ആ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യം എന്താണ്? ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറയുമ്പോൾ പറയും ഈ 92 വയസ്സുള്ള ശരീരത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപകടമാണെന്ന് പറയും. പിന്നെ വൈദ്യശാസ്ത്രം വാതിലടക്കും. എന്താ കാര്യം? അവിടെ കയ്യിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്, പക്ഷേ ആളിന് വയസ്സ് ഇത്തിരി കൂടിപ്പോയി. അവിടെയാണ് പ്രശ്നം. മെറിറ്റ്, വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് പോകണമാണ് അവിടെ വെച്ച്. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് അവിടെ വെച്ച് തീരുകയാണ്. പിന്നെ എന്താണ് ഇനി ഉള്ളത്? ഗ്രേസേ ഉള്ളത്. വൈദ്യശാസ്ത്രത്തിന് മെറിറ്റ് തീരുന്നുവെന്നാണ് എല്ലാവരും പറയണത്. ഇപ്പം നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. വൈദ്യശാസ്ത്രം മെറിറ്റ് തീർന്ന പിന്നെ അവർക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷേ വിശ്വാസിക്ക് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് വിഷയം. വിശ്വാസി യുക്തിവാദിയേക്കാൾ മുന്നോട്ട് പോകും. എന്താ കാര്യം? അവൻ്റെ മുന്നിൽ അവൻ്റെ ദൈവം അവന് ഒരു പോംവഴി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഈ ഒരു കാര്യം മെറിറ്റ് കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? നീ മനസ്സ് തളരരുത്. എന്താണ്? പിന്നെ എൻ്റെ സമയമാണെന്ന്. എൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പന് 92 വയസ്സ് ആ അപ്പനെയും കൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ കയ്യിലുള്ളത് സിമ്പിളാണ്. ഒത്തിരി വെടിയും പുകയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. സിമ്പിളാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ സഭയുടെ കയ്യിലുള്ളത് എന്താണ്? യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രയോഗമാണ് പിന്നെ നടക്കുന്നത്. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താ കാര്യം? കർത്താവ് വിശ്വസിക്കുന്നവന് ഈ അടയാളം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? മർക്കോസിൻ്റെ 16-17 വായിക്കുമ്പോൾ എന്താ പറയണത്? വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടാവും. രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വാസമാണ് അവിടെ. ആരല്ലേ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ഐ ഹീൽ യു. ഈ സൈത്ത് എടുത്തിട്ട്, കർത്താവിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച സൈത്ത് എടുത്ത് പഞ്ഞി തൂക്കിയിട്ട് അപ്പൻ്റെ ഈ പിത്താശയത്തിൽ 5-10 കല്ലിരിക്കുക. എത്ര കല്ലുണ്ടെന്ന് സ്കാനിങ്ങിൽ കുറേ കല്ലുണ്ട്. ഈ കല്ലവിടെ ഇരിക്കണം. കല്ല് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ആരും ഡോക്ടർമാർ പറഞ്ഞത് ഈ കീഹോള് ചെയ്യാമെന്ന് പറഞ്ഞ്. കീഹോള് പോലും നടക്കണില്ല. അപ്പോഴും ഇതിൻ്റെ റിപ്പോർട്ടിന് കല്ലിരിപ്പുണ്ട്. അതേസമയം തന്നെ ഡോക്ടറിന് 92 വയസ്സുള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റണില്ല. കീഹോളും ചെയ്യാൻ പറ്റണില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല. കുറേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു ഡോക്ടർ. 4 ആഴ്ച ട്രീറ്റ് ചെയ്ത ആളാ. ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് 4 ആഴ്ച ട്രീറ്റ് ചെയ്തു. എന്നിട്ട് കല്ല് അവിടെ തന്നെ ഇരിക്കണ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി ഓപ്പറേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതിന് വേറെ മാറ്റുമ്പോൾ ഈ അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ 92 വയസ്സുകാരനെ ഓപ്പറേറ്റ് ചെയ്താൽ അത് കാഷ്വാലിറ്റി ഉണ്ടാകും. ആൾ ചിലപ്പോൾ മരിച്ചു പോകും. കാര്യം അതിൻ്റെ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് വിജയം ഉണ്ടാകത്തില്ല. അപ്പം കല്ല് അവിടെ തന്നെ ഇരിക്കുകയും. അപ്പം എന്തു ചെയ്യും? അവരെ വീട്ടിൽ കൊണ്ടുപോവുക. പിന്നെ അവരെ പറയും നല്ല ഭക്ഷണം മരിക്കണവരെ കൊടുക്കുക, അത് കഴിയുമ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക. അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ് അറിയിക്കേണ്ടവരെ അറിയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അറിയിക്കാൻ വേണ്ടി എല്ലാം കേൾക്കാൻ ഒരാളിരിപ്പുണ്ടല്ലോ ഇവിടെ. അതാണ് വിഷയം മാറി. വിഷയം നോട്ട് ബൈ മെറിറ്റ്. മെറിറ്റ് മാറുകയാണ്. മെറിറ്റ് വാതിലടച്ചിരിക്കുന്നു. ഇനി ഇവിടെ സുഹൃത്ത് പിന്നെ എന്താ? പിന്നെ വർക്ക് ഗ്രേസാണ്. ഗ്രേസിൽ എന്താ ചെയ്യണത്? ഗ്രേസിൽ സിമ്പിളാണ് ചെയ്യണത്. അല്ല ഇതിന് വെടിയും പോകുകയും അഭ്യാസങ്ങളും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരു അഭ്യാസം കാണിക്കണം. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയാൻ കഴിയണം. അത് വിത്ത് ഫുൾ ഫാക്കൽറ്റി. ഞാൻ നിങ്ങളുടെ ഉടമ്പടിത്തിൽ തന്നിട്ടില്ലേ? അത് നിങ്ങളും ഇതുപോലെ ക്രിസ്തുവിന് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. എന്നിട്ട് പറയേണ്ടത് എന്താണ്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറയണത്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ നാമത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് സംഭവം. അത് പിത്താശക്കല്ലായാലും ശരി, പിശാച് ബാധിതയായാലും ശരി, എല്ലാം ദൈവം ആരുടെ പേരിലാക്കിയിരിക്കുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ദൈവം സമസ്തവും. 1 കൊറിന്തോസ് 15:27. 1 കൊറിന്തോസ് 15:27. ദൈവം സമസ്തവും. ഒന്ന് പറഞ്ഞ ദൈവം സമസ്തവും. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ എന്താ പറയാ? അപ്പൊ ക്രിസ്തുവിന്റെ പാദത്തിന്റെ കീഴിലാണ് എന്താണ്? മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും സമസ്തവും എന്നാണ്.
അല്ല, കുറച്ച് കാര്യം ക്രിസ്തുവിനും. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വിമാനം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, വിമാനം മേടിക്കാനും പറ്റത്തില്ല. അത് മേടിക്കേണ്ടത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്. നാണയം അടിക്കാൻ പറ്റുമോ? നാണയം അടിക്കാൻ പറ്റുമോ? യുദ്ധോപകരണങ്ങൾ മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് മോഡി പ്രധാനമന്ത്രി മേടിക്കണം. സമസ്തവും അധികാരം ഇവിടെ ഇല്ല. പക്ഷെ ക്രിസ്തു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ സമസ്തവുമാണ്. അതാ 1 കൊരിന്ത്യർ 15:27 എന്ന് പറഞ്ഞ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കീഴിലാക്കിയിരിക്കുന്നു. സമസ്തവും യേശുവിന്റെ നാമത്തിന്റെ കീഴിലാണ്. എങ്ങനെയാണ് ഈ നാമത്തിന് ഇത്രയും പവർഫുൾ ആയിട്ട് വന്നത്? എന്താണ്? ഇനിയുള്ളതെല്ലാം മനുഷ്യർ ഈ ലോകത്തുള്ള എല്ലാം എന്താണ്? ഒരു നാമത്തിൻ്റെ കീഴിലാണ് അതറിയപ്പെടുന്നത്. ഈ ലോകത്തുള്ള എല്ലാം അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ അറിയപ്പെടുന്നത്, എൻ്റെ പേര് ജോസഫ് എന്ന്, അല്ലേ? ഇതിൻ്റെ പേരെന്താ? മൈക്ക്. ഇതൊരു പേരാണ്. ഇതിൻ്റെ പേരെന്താണ്? പാത്രം, സോസർ, അല്ലേ? എല്ലാത്തിനും ഒരു നാമമുണ്ട്. ഇവിടെ അറിയപ്പെടുന്ന നാമത്തിലാണ്. അപ്പം ചില നാമങ്ങൾക്ക് ഉന്നതമായ നാമത്തിൻ്റെ ശേഷി ഉണ്ടാവും. യേശുവിനെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങളെ എങ്ങനെയാണ് പാദത്തിൻ്റെ കീഴിലായത്? എല്ലാ നാമങ്ങളും, ഇപ്പോൾ ക്യാൻസർ, എബിയോള, എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞ നാമമാണെങ്കിലും യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാണത്. അതെങ്ങനെയാണ് ഈ നാമത്തിൻ്റെ കീഴിലായത്? എങ്ങനെയാണ്? അതിൻ്റെ കാരണം ദൈവപിതാവിനെ യേശു ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തി കൃപയെ ആർജിച്ചെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു, അല്ലേ? ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ്റെ സ്റ്റാറ്റസ് അവൻ കീപ്പ് ചെയ്തില്ല. ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ലോയിങ് എന്ന് പറയത്തില്ലേ? ആരെങ്കിലും നിങ്ങളെ പ്രാന്തി എന്നൊക്കെ വിളിച്ചാൽ കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആരുടെ പേരിൽ? കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ അച്ഛനായ പിറ്റേ കൊല്ലം ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു. അപ്പം അതെല്ലാം എനിക്കറിയാമായിരുന്നു. കർത്താവ് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. എത്രയോ കൊല്ലം മുമ്പ് 87 അവൻ്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അച്ഛനായ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉടുപ്പ് ചേഞ്ച് ചെയ്യാനോട് പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്തു. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അത് ചെയ്യാൻ. പക്ഷേ കർത്താവ് എന്നെ ശരിക്കും സഹായിച്ചു, എൻ്റെ രൂപതയെ സഹായിച്ചു. എന്നെ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ല എനിക്ക് സർവ് ചെയ്യാൻ പറ്റിയത്. അപ്പം ദൈവത്തിൻ്റെ ഒരു പരിപാലനം എപ്പോഴും സഭയിലുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളിവിടം വരെ എത്തിയത് ശരിക്കും. അപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവ സമസ്തവും എന്ന് പറയുമ്പോഴേ ഈ ദൈവനാമം എങ്ങനെയാണ് എല്ലാ നാമങ്ങളുടെയും താഴെയായത്? ദൈവനാമത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സുവിശേഷ വില എളുപ്പമാകും. സുവിശേഷ വില എളുപ്പമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചേർത്ത് നൽകണ കേസ് കെട്ടാണേ. അതിനുവേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് വയറുവേദന മാറണം, കുഞ്ഞുണ്ടാകണം, പറമ്പ് വിൽക്കണമെന്ന് പറഞ്ഞ് ആവലാതിപ്പെട്ട് നിലയും വിളിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ സൈലൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ദൈവരാജ്യ വിശ്വാസ കൈമാറ്റം എങ്ങനെ നടക്കുമെന്ന് നോക്കണം ആദ്യം. അതുകൊണ്ട് പറ്റുമെങ്കിൽ എപ്പോഴും ഒരു വിജയകുമാർ സാറും ഞാനൊക്കെ പുറത്തു പോകും, എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. പക്ഷേ സാറാണെങ്കിൽ അത് പോക്കറ്റിട്ടൊരു ചെറിയ ബൈബിൾ ഉണ്ടാവും. ഞാൻ പിന്നെ മൊബൈലിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വായിക്കാൻ വേണ്ടി മൊബൈലിൽ ബൈബിൾ ഉണ്ടാവും. എല്ലാവരുടെ മൊബൈലിലേക്കും ബൈബിള് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കണം വായിക്കാൻ വേണ്ടി. നിങ്ങൾ മൊബൈൽ എപ്പോഴും എവിടെ ഉണ്ടായാലും ഉണ്ടല്ലോ. അപ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ നൽകുമ്പോൾ പുതിയ സാഹചര്യം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കണം. അപ്പം അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പം ഈ നാമം എങ്ങനെയാണ് ഇത്രയും മഹത്തായ നാമമായത്? ഫിലിപ്പ് 2:6 എടുത്ത്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു.
അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയിലെ ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈ ഫോർമുലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ. അതല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഫസ്റ്റ് പ്രൈമറി ഇഫക്റ്റ് എന്താണ്? പിതാവിന്റെ നാമം മഹത്വപ്പെടും. എന്താ കാര്യം? പിതാവാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ എന്ന് ആദ്യം പറയും, ആൻഡ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഐ കമാൻഡ് യു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ്. ഇത്രയേ ഉള്ള സാധനം, സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാക്കൽറ്റി കറക്റ്റായിരിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പറയാം ഇത്. അതായത് ഒരു വ്യക്തിക്ക് നല്ല സുവിശേഷത്തിൻ്റെ ഈടുവെപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ല വ്യക്തിയുടെ സമയം മുഴുവൻ വാട്സപ്പ് നോക്കി വല്ല കോമഡിയും കണ്ട് കോമരം തുള്ളി നടക്കുന്ന പാർട്ടി കാണുന്ന പാട്ടിലെല്ലാം വിരുന്നിനും പോയി എല്ലായിടത്തും പോയി നാടകം കണ്ടുകൊണ്ട് സിനിമയും നടഞ്ഞ പരിപാടികൾ നടക്കട്ടെ. ഇതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ക്രിസ്തുവിനെ കമ്മിറ്റ് ചെയ്ത് അവൻ്റെ നാമത്തിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ, അവൻ്റെ നാമത്തെ, പിതാവായ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് നമ്മൾ അറിയാതെ പറയണത് എന്താണ്? നീ കർത്താവാണെന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ വൈദ്യശാസ്ത്രമല്ല കർത്താവ് എന്നതിൻ്റെ അർത്ഥം. യേശു കർത്താവാണെന്ന് അർത്ഥം കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് സ്കാനിങ് മെഷീനും അല്ല കർത്താവ്, ആരും അല്ല കർത്താവ്. പിന്നെ ആരാണ്? യേശു മാത്രമാണ് കർത്താവ്. യേശു മാത്രം. പല കർത്താക്കന്മാരുണ്ടായ പ്രശ്നമാണത്. ഇതിൻ്റെ വിഷയം ക്രിസ്തു കൈമാറ്റമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഹെഡാണല്ലോ, തല അതാണല്ലോ. തലേന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ക്രിസ്തു കൈമാറ്റമാണ് തലേന്ന് പറയുന്നത്, ഉടമ്പടിയുടെ കാര്യം. കൃപ ടാപ്പ് ചെയ്യണത്, കൃപ നമുക്ക് ലഭിക്കണത് ഇതുപോലെ വിശ്വാസ കൈമാറ്റത്തിലൂടെയാണ്. അതാണ് ദൗത്യം. അതാണ് 14:26 നമ്മൾ വായിച്ചത് നടപടി പുസ്തകം. ക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെ ഉള്ള ദൗത്യത്തിന് ആവശ്യമായ കൃപ എന്ന പവർ ഓഫ് ഗോഡ്. പവർ ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ കൃപ. അപ്പം നിങ്ങളെ, അതല്ലേ ഈശോ പറഞ്ഞത്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതിൽ നിങ്ങളെ കുന്തളിപ്പ് കാണിക്കേണ്ടെന്ന് പറഞ്ഞത്. അതൊന്നും ഇല്ല അന്ന്. അത് വിശ്വാസ കൈമാറ്റത്തിന് സഹായകമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇത് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ സാക്ഷ്യം പറയിപ്പിക്കണത്. നിങ്ങൾക്കൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. സാക്ഷ്യം പറയുകയാണെങ്കിൽ മുങ്ങുന്ന ഒത്തിരി കാണ്ടാമൃഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം തിരിച്ചു വരുന്നുണ്ട്. കൊമ്പ് ഒടിഞ്ഞ് തിരിച്ചു വരും. എന്താ കാര്യം? ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരണത്? സാക്ഷ്യം പറയാൻ അവസരം തരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നോട്ട് ബൈ മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ദൈവത്തിൽ നിന്നാണ്. കാര്യം മെറിറ്റ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. കൃപ കൊണ്ടാണെങ്കിൽ അത് യേശുക്രിസ്തു നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാമത്തെ പിതാവായ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് നമ്മൾ ഏറ്റുപറയണത്. ഇപ്പോൾ സാക്ഷ്യം പറയണത് നിസ്സാരമല്ല. വല്ല കണ്ടാമൃഗം വല്ലോടത്ത് കിടന്നുണ്ട് സാക്ഷ്യം പറയുന്നതിനെതിരെ സംസാരിച്ച് ഒരു കഥയില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയുന്നവരെ എന്താ ചെയ്യേണ്ടത്? അത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഫിലിപ്പി 2:10-11 ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു കർത്താവാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നത് എന്താണ്? പിതാവിൻ്റെ നാമം മഹത്വപ്പെടും.
ഇപ്പം കർത്താവാണ് നിങ്ങളെ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പിതാവിൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകണത്. അതെന്തിനു വേണ്ടിയാണ്? ഇത് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസം കൈമാറ്റപ്പെടും. അതെന്തുകൊണ്ടാണ്? പിതാവായ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു. കേൾക്കുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം ജനിക്കുന്നു. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 10:17 വയസ്സത്തെ റോമ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷ്യം ഒരേ സമയം തന്നെ പ്രഘോഷണമാണ്. അനുഭവാധിഷ്ഠിത പ്രഘോഷണമാണ് സാക്ഷ്യം എന്ന് പറയണത്. ചുമ്മാ തിയറട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയല്ല. അതിന് ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. തിയറട്ടിക്കലായിട്ടുള്ള പ്രസംഗങ്ങൾ പറഞ്ഞാൽ സൈദ്ധാന്തിക പ്രഘോഷണം എന്ന് പറയും. സൈദ്ധാന്തിക പ്രബോധനം അതെന്താ തന്നെ ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. അതെന്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോഡക്റ്റാണത്. ബുദ്ധിയുടെ ഒരു ഫുഡാണ് സൈദ്ധാന്തിക പ്രബോധനം എന്ന് പറയണത്. അത് വേണ്ടെന്നല്ല, അത് വേണം, തിയറട്ടിക്കൽ ലെവലാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അടുത്ത ഫാക്കൽറ്റി ഉണ്ട് നമുക്ക്. എന്താണ്? ഹൃദയം, വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവജ്ഞാനമാണ്. അറിവ് മാത്രമല്ല, അപ്ലൈഡ് നോളജ്. ഞാൻ തിയറി എടുത്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴെനിക്ക് യേശു കർത്താവാണെന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് ഹീലിംഗ് ആയി തോന്നി. അപ്പം ഞാൻ 92 വയസ്സുള്ള അപ്പാപ്പൻ എന്താ ചെയ്ത്? അപ്പാപ്പൻ ഇവിടെ വന്നപ്പോൾ അഡ്രിനൽ ഗ്രന്ഥി ഇരിക്കണില്ലേ, അപ്പോൾ അവൻ്റെ പാങ്ക്രിയാസ് ഇരിക്കുന്ന സ്ഥലത്ത് സൈത്തെടുത്തിട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്നില്ലേ? പക്ഷെ പറയണത് ആരാണ്? പറയണത് 4 വയസ്സ് മുതൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതാ വിഷയം. ബന്ധമിടക്ക് പോയിട്ടില്ല. മനസ്സിലായ? കർത്താവ് ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല. അതാ വിഷയം. അത് പ്രശ്നമാണ്. നിങ്ങൾക്കൊരു കാര്യം നടന്നില്ലെന്ന് പറയുമ്പോൾ നീ കളം മാറ്റി ചവിട്ടും. ഉടമ്പടി ശരിയായില്ല, എന്നാൽ പിന്നെ അന്തോണീസിൻ്റെ അടുത്ത് പോയി നൊവേന കൂടിയേക്കാന്ന് പറയും. അവിടെ വെച്ച് നിൻ്റെ കാര്യം തീരുമാനമാവും. അവിടെ വിഷയം എന്താണ്? എന്താ കാര്യം? നീ അവൻ പറയണ പോലെ ചെയ്യണേ. അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? പാട്ട് പാടി നടക്കും. നിത്യസഹായ മാതാവേ ആന കൂന എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. ആ പാട്ടുപാടിയെ തീരത്തില്ല. ചില കാര്യങ്ങൾ പാട്ടുപാടി തീരത്തില്ല. എന്താ കാര്യം? പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യാനാണ്. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും. അല്ല പ്രാർത്ഥനക്കാരായിരിക്കും എന്നല്ലേ, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രഥമ നിലപാട്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടണം.